അതായത് NBFC RBI issued ആയിട്ടുള്ള ആപ്പുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള പണമിടപാടുകൾ മാത്രം കൃത്യമായി നിർവഹിക്കുക, സർക്കാർ സംവിധാനങ്ങളിലൂടെ മാത്രം അതൊരു കൃത്യമായ പ്ലാറ്റ്ഫോമിലൂടെ നിർവഹിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതാണ് ഇതിനുള്ള പരിഹാരം. അല്ലാതെ നമ്മൾ അനധികൃതമായി വരുന്ന ആപ്പുകളായാലും ഒരു ക്രമം വിട്ടുള്ള ലാഭം, ആരും വെറുതെ ലാഭം തരാനിരിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി നമ്മൾ മുമ്പോട്ട് പോകണം. അതിനകത്ത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കോൺടാക്ട്സും നമ്മുടെ വാട്സാപ്പും നമ്മുടെ ഫോട്ടോസും എല്ലാം നമ്മൾ അടിയറ വയ്ക്കുകയാണ്. അപ്പം അങ്ങനെ അടിയറ വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനുണ്ടെങ്കിൽ അവരെ പിന്നീട് മോർഫ് ചെയ്യിച്ച് നമുക്ക് പുറത്ത് മിണ്ടാൻ പറ്റാത്ത രീതിയിലുള്ള പല രീതിയിലാകുകയും അത് വന്നു കഴിയുമ്പോൾ പിന്നെ അതിൽ നിന്ന് പുറത്ത് കിടക്കാനാവാതെ പലായനം ചെയ്യാനോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനോ ഒക്കെ ശ്രമിക്കുന്നത് ബാലിശമാണ്, മൂഢത്വമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്ന് എത്തിപ്പെട്ടു പോയാൽ ഞങ്ങൾ നിങ്ങളുടെ കൈപിടിക്കാൻ സദാ ജാഗരൂകരായിട്ട് കൂടെയുണ്ട്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, വലിയ സോഫ്റ്റ്വെയർ ഫേം എന്നൊക്കെയുള്ള നിലയിൽ 10-40 പേരെയൊക്കെ വെച്ചു ആണ് പലയിടത്തും ഇവർ ജോലി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൾക്കാർ ചെന്ന് ഈ കേസുകൾ പിടിക്കുമ്പോഴാണ് പലതും അറിയുന്നത്. ഇപ്പോൾ 186ഓളം ഇങ്ങനത്തെ ആപ്പുകൾ കേരളത്തിൽ നമ്മൾ തകർത്ത് കഴിഞ്ഞു. ഇത് കൂടാതെ അഖിലേന്ത്യാ തലത്തിൽ 1837ഓളം ആപ്പുകൾ വേറെയും തകർത്തിട്ടുണ്ട്. 5000 ചില വെബ്സൈറ്റുകൾ ഇങ്ങനെയുള്ളത് കണ്ടുപിടിച്ച് ഇല്ലാതാക്കിയിട്ടുണ്ട്. അതെ, 70 കോടി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇവരുടെ ഒരു വ്യാപനത്തിൻ്റെ തോത് നോക്കുമ്പോൾ കേരളം സംരക്ഷിതമാണെന്ന് വേണം പറയാൻ. കാരണം ഇത് വളരെ വലിയ തോതിൽ നടക്കുന്നുണ്ട് മറ്റു പല സ്ഥലത്തും. കേരളത്തിൽ കുറച്ചും കൂടെ അവബോധമുണ്ട് എങ്കിൽ പോലും പോരാ. 70 കോടി നല്ല തുക തന്നെയാണ്. അത് പൂർണ്ണമായി തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ തിരിച്ചു പിടിക്കാൻ പൂർണ്ണമായിട്ട് സാധിച്ചിട്ടില്ല പല കേസുകളിലും. പക്ഷെ നല്ല കേസുകൾ നടക്കുന്നുണ്ട്. ആൾക്കാരെ കണ്ടുപിടിക്കാൻ, അറസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പം അത് പലപ്പോഴും മ്യൂൾ അക്കൗണ്ട്സ് വഴി, അതായത് നിലവിലില്ലാത്ത അക്കൗണ്ടുകൾ, നമുക്ക് പ്രോപ്പറായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റാത്ത അക്കൗണ്ടുകൾ വഴിയും മറ്റുള്ളവരുടെ പേരിലുള്ള അക്കൗണ്ട് വഴിയൊക്കെ ഇവർ വളരെ വ്യാജമായിട്ടാണ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് നമ്മൾ സൈഹണ്ട് എന്ന് പറഞ്ഞൊരു കേസ് എടുത്തിരുന്നു. അതിനകത്ത് 400ഓളം കേസുകളൊന്നും എടുക്കുകയുണ്ടായി. അപ്പോൾ അതും ഇതും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ ഇൻ്റർനെറ്റിൻ്റെയും ഡിജിറ്റൽ യുഗത്തിൻ്റെയും വ്യാപനം അനുസരിച്ച് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. ഇപ്പോൾ ഇൻ്റർനെറ്റിൽ വളരെ ഡിസിപ്ലിൻഡായിട്ട് മാത്രം നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു പരിഹാരമായിട്ട് ഞങ്ങൾ പറയുന്നത്. എന്ത് പർപ്പസിനാണ് ഇൻ്റർനെറ്റിൽ പോകുന്നതെന്നുള്ളത് പറ്റുമെങ്കിൽ രേഖപ്പെടുത്തി വയ്ക്കുക. അതിനുവേണ്ടി മാത്രം ഇൻ്റർനെറ്റ് വ്യാപനം നടത്തുക. വെറുതെ ബ്രൗസ് ചെയ്യാൻ കാണുന്നിടത്തെല്ലാം പോയിട്ട് എൻഗേജ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു ജാഗ്രതയോടുകൂടിയുള്ള ഒരു അവബോധം ജനങ്ങളുടെ ഭാഗത്തുണ്ടാവുകയാണ്. അഥവാ എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ പോലീസിനെ കൃത്യമായി ഇടപെടുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.